ഇന്നലെ രാത്രി വലിയൊരു കോമഡി നടന്നു. ജിൻഡോ ക്യാമറയിൽ നോക്കി സങ്കടത്തോടെ ഇങ്ങനെ പറയാണ്, ബിഗ് ബോസ് ഇത് ചതിയായിപ്പോയി, ഞങ്ങളോട് ഒന്നും നേരത്തെ പറയായിരുന്നു, പവറും അങ്ങനെ എടുത്ത് കളയണ്ടായിരുന്നു, ഞങ്ങളെ വെറുതെ എന്തിനാണ് ഇങ്ങനെ ആഗ്രഹം തന്നിട്ട് ഞങ്ങളെ കൊതിപ്പിച്ചിട്ട് കടന്നു കളയുന്ന പോലെ ആയിപ്പോയി എന്നുള്ള രീതിയിൽ ജിൻഡോ ഇങ്ങനെ ക്യാമറ നോക്കി പറയാണ്. എന്നാലും ഞങ്ങളോട് ഒന്ന് നേരത്തെ പറയായിരുന്നു, ഞങ്ങൾ അവിടെ മൊത്തം അടിച്ച് കഴുകി തേച്ച് കഴുകി, ഞാൻ എത്ര കഷ്ടപ്പെട്ടാണ് ആ ഡയമണ്ട് കാത്തു സൂക്ഷിച്ചത്, വീണ്ടും പവർ റൂമിൽ കയറുകയെന്നൊക്കെ ഞങ്ങളിങ്ങനെ ഓർത്തായിരുന്നു. ഞാൻ എന്നിട്ട് അമ്മയ്ക്ക് കത്ത് വരെ എഴുതി ഞാൻ പവർ റൂമിൽ കയറുകയെന്ന് പറഞ്ഞുകൊണ്ട്. സങ്കടമുണ്ട് ബിഗ് ബോസ്, എനിക്ക് ശരിക്കും സങ്കടമുണ്ട്, സത്യം 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 എന്ന് പറഞ്ഞുകൊണ്ട് ക്യാമറയിൽ നോക്കി ഇങ്ങനെ വിഷമം മൊത്തം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ സൈഡിൽ കൂടെ പോകുന്ന അൻസിബയും അതുപോലെ തന്നെ നന്ദനയൊക്കെ ഇരുന്ന് കളിയാക്കുന്നുണ്ട്. അപ്പൊ ജിൻഡോ നന്ദനയുടെ അടുത്ത് പറയുന്നുണ്ട്, എടി നീ കളിയാക്കണ്ട, നീ ക്യാപ്റ്റനെങ്കിലും ആയില്ലേടി, നീ ഞങ്ങളുടെ അവസ്ഥയൊന്ന് മനസ്സിലാക്കുക എന്നൊക്കെ നന്ദനോട് പറയുന്നു. അത് കഴിഞ്ഞിട്ട് അവസാനം ജിൻഡോ ക്യാമറയിൽ നോക്കിയിട്ട് ഇങ്ങനെ പറയാണ്, ബിഗ് ബോസ് ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ഞങ്ങൾ 3 പേര് ജയിച്ചതല്ലേ, ആ വലിയ ലഡു ഉണ്ടയല്ലാണ്ട് ഞങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഒരു സമ്മാനം മേടിച്ചതാ, ഈ ഒരു വലിയ ലഡു ഉണ്ടയല്ലാണ്ട് എന്തെങ്കിലും താ ബിഗ് ബോസ് എന്ന് പറഞ്ഞ് ബിഗ് ബോസിനോട് കെഞ്ചുന്നുണ്ട് അവിടെ കിടന്ന്. അത് കഴിഞ്ഞിട്ട് അവസാനം അൻസിബയുടെ കയ്യിലിരുന്ന ആ ഒരു പവർ ബാഡ്ജ് ഉണ്ടല്ലോ, അത് മേടിച്ചിട്ട് ബിഗ് ബോസിന് ക്യാമറയുടെ തൊട്ടടുത്ത് വെച്ചിട്ട്, ഇതാ ബിഗ് ബോസ് എന്റെ രാജിക്കത്ത് ഇതാന്നും പറഞ്ഞുകൊണ്ട് ക്യാമറ നോക്കി 2 ഡയലോഗ് അടിച്ചിട്ട് അങ്ങോട്ട് പോയി. എന്തായാലും ആ ഒരു സീൻ കാണാൻ ഭയങ്കര കോമഡി ആയിരുന്നു കേട്ടോ. പിള്ളേരൊക്കെ കിടന്ന കാര്യമില്ല, അതുപോലെ ഹീ 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 എന്ന് പറഞ്ഞ കുറെ കരഞ്ഞൊക്കെ കാണിച്ചു. പക്ഷെ ഒരു രക്ഷയുണ്ടായില്ല, പവറും എന്തായാലും എടുത്ത് കളഞ്ഞല്ലോ. എന്തായാലും ആ ഒരു സീനൊക്കെ കാണാൻ അടിപൊളിയായിരുന്നു. എന്തായാലും ബിഗ് ബോസിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.